ഇറാൻ US സമാധാന കരാറിനെ തള്ളി ഇസ്രായേൽ മന്ത്രിമാർ. ട്രംപിന്റെ കരാറിൽ ഇസ്രായേൽ പങ്കാളിയല്ലെന്നും അമേരിക്കയുടെ കീഴിലല്ല തങ്ങളുള്ളതെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇഥാമർ ബെൻഗ്വിർ പറഞ്ഞു. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും വ്യക്തമാക്കി. ഇറാൻ US കരാറിൽ ലെബനനിലെ സൈനിക നടപടി പിൻവലിക്കുന്നതടക്കം ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത്തരത്തിൽ ഇസ്രായേൽ മന്ത്രിമാർ വിയോജിപ്പുമായി രംഗത്ത് വന്നത്. അതേസമയം നെതന്യാഹു മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും ഇത്തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ലോകത്തിന് ആശ്വാസമായി പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ട്. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇറാൻ അമേരിക്ക സമാധാന കരാർ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവയ്ക്കും. മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന തിരക്കിട്ട നീക്കത്തിനൊടുവിലാണ് ഈ ഒരു തീരുമാനം. ഹോർമോസ് കടലിടുക്കിലെ വാഷിംഗ്ടണിന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരാറിനെ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിൽ എത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. വിശാലമായ ഒരു കരാറിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിഷി വിശേഷിപ്പിച്ചത്. ധാരണാപത്രം സ്ഥിരമായി നടപ്പിലാക്കപ്പെടുമെന്നും ഹോർമോസ് കടലിടുക്കിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ നാവിഗേഷൻ യഥാർത്ഥത്തിൽ ഉറപ്പാക്കപ്പെടുമെന്നും ഇറാന്റെ ആണവ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും ഒരു അന്തിമ കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നും തകായിഷി കൂട്ടിച്ചേർത്തു. കരാറിനെ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാൻ സ്വാഗതം ചെയ്തു. ലോകം മുഴുവൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഈ വാർത്ത നമ്മുടെ മേഖലയിൽ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ശാശ്വതമായ ഒരു അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. കരാർ ഒപ്പിടുന്നതിന് മുമ്പുള്ള കാലയളവിൽ പിരിമുറുക്കം കൂട്ടുന്ന വാചാടോപങ്ങൾ, പ്രകോപനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കാനും സാധ്യമായ അട്ടിമറികൾക്കെതിരെ ജാഗ്രത പാലിക്കാനും തുർക്കി പ്രസിഡന്റ് എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിലെത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും വെളിപ്പെടുത്തി. ഇതോടൊപ്പം ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും സൈനിക നടപടികൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാന പാതയിലേക്ക് വരാൻ തയ്യാറായ അമേരിക്കയ്ക്കും ഇറാനും ഷെഹ്ബാസ് ഷെരീഫ് നന്ദി അറിയിച്ചു. ചർച്ചകൾ വിജയകരമാകാൻ പിന്തുണ നൽകിയ ഖത്തറിനും കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിനും അദ്ദേഹം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. കരാറിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ബോംബിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ട്രംപ് കട്ട കലിപ്പിലായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. നെതന്യാഹുവിന്റെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാനുമായി കരാറിൽ എത്തിയതെന്നാണ് വിവരം. ബെയ്റൂത്തിൽ ഇസ്രായേൽ ബോംബിട്ടതറിഞ്ഞ് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ നെതന്യാഹുവിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചീത്ത വിളിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.